സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമുള്ള സംഭാവനകൾ അയച്ചു തരിക. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നതാണ്. അതനുസരിച്ച് സംഭാവനകൾ അയച്ചു തരിക. അതുപോലെ തന്നെ പരസ്യങ്ങൾ നൽകുക. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അംഗനവാടികളെ സംബന്ധിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ പറയേണ്ടി വരുന്നത് നമുക്ക്. കാരണം അവരുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, അവരുടെ പീഡനങ്ങൾ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അവരെ സംബന്ധിച്ച്. ഗ്രാറ്റുവിറ്റിയുടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അത് ഇങ്ങനെ നടപ്പിലാക്കിയിട്ടില്ല രാജ്യത്ത്. എന്നാൽ ഗുജറാത്തും മറ്റ് സ്റ്റേറ്റുകൾ നടപ്പിലാക്കി, നമ്മൾ നടപ്പിലാക്കിയില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. ഇത് ഞാൻ മറ്റൊരു രേഖ, ഞാനിപ്പോൾ ഞങ്ങളുടെ റിസർച്ച് ടീം അംഗനവാടികളെക്കുറിച്ച് നന്നായി റിസർച്ച് ചെയ്യുമ്പോൾ പുതിയൊരു രേഖ ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 2021-23 10ാമത് നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടുണ്ട്. 1032 പേജുള്ള റിപ്പോർട്ടാണ്. അതിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ, ശിശുവികസന വകുപ്പിൻ്റെ റിപ്പോർട്ടാണ് ഞങ്ങളുടെ കൈവശം കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ റിസർച്ച് ടീം അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ടീമാണ്. ഒന്ന്, മുൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി തന്നെ, വികസന വകുപ്പ് മന്ത്രിയായിട്ടുള്ള KK ശൈലജ ടീച്ചർ MLA, മലയാളിയുടെ അമ്മയാണ്, ആരോഗ്യവകുപ്പിലിരുന്നതാണ്, വനിതാ ശിശുക്ഷേമ വകുപ്പിൽ തന്നെ ഇരുന്നതാണ്. അവർ KK ശൈലജ ടീച്ചറാണ് ചെയർമാൻ, അധ്യക്ഷ. അംഗങ്ങളായിട്ടുള്ളവരാരും മോശക്കാരല്ല. K ബാബു, കോൺഗ്രസ് തൃപ്പൂണിത്തറ. PP ചിത്തരഞ്ജൻ, തൊഴിലാളി വർഗ നേതാവാണ്, CPM ആലപ്പുഴ. കോവൂർ കുഞ്ഞം S ജയലാൽ, CPIയുടെ വലിയ നേതാവാണ്, തൊഴിലാളി വർഗ നേതാവാണ്. കുഞ്ഞുമോൻ, കോവൂർ കുഞ്ഞുമോൻ, RSP, അദ്ദേഹത്തിൻ്റെ RSPയുടെ നേതാവാണ്, വലിയ ആളുകൾ. MM മണി, CPMൻ്റെ വലിയ തൊഴിലാളി നേതാവാണ്. മുരളി പെരുന്നെല്ലി, CPMൻ്റെ വലിയ നേതാവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ മന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. PT റഹീം, CPMൻ്റെ ആളാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി, മന്ത്രിയാണ്, വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഷംസുദ്ദീൻ, ലീഗിൻ്റെ ഷംസുദ്ദീൻ, എല്ലാം പ്രമുഖരാണ്. ഇവരുടെ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം 2023 സെപ്റ്റംബർ 13 ഈ റിപ്പോർട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ ആവുന്ന 2 വർഷമാകാൻ പോകുന്നു. സാധാരണ നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിയുണ്ട്, നിയമസഭ പെറ്റീഷൻ കമ്മിറ്റിയുണ്ട്, എസ്റ്റിമേറ്റ് കമ്മിറ്റിയുണ്ട്, ഒരുപാട് കമ്മിറ്റികളുണ്ട്. എന്തിനാണ് ഈ കമ്മിറ്റികൾ കൂടിയിരുന്ന് കപ്പലണ്ടി കഴിച്ച്, അണ്ടിപ്പരിപ്പ് കഴിച്ച്, ചായ കഴിച്ച്, കേക്ക് കഴിച്ച് വലിയ റെക്കമെൻഡേഷൻസ് വയ്ക്കുന്നത്? എന്തിനാണ്? ആ റെക്കമെൻഡേഷൻസ് അവർ അതുവരെയുള്ള അതാത് മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കും. അപ്പോൾ അംഗനവാടികളെക്കുറിച്ചും വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിലെ മറ്റ് കാര്യങ്ങൾ, കൃഷി, അംഗനവാടി, ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിക്കും. പഠിച്ചതിന് ശേഷം അവർ നല്ല റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ട് അവർ വകുപ്പിന് കൊടുക്കും. അപ്പോൾ എനിക്ക് ഹരിത S കുമാർ എന്ന് പറയുന്ന വനിതാ ശിശു വികസന സമിതിയുടെ ഡയറക്ടറായിട്ടുള്ളവരോടും അതിൻ്റെ വകുപ്പ് സെക്രട്ടറിയോടും പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ ഒരു ചോദ്യമുള്ളത്, നിങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ 2 വർഷമായിട്ട് എന്തെങ്കിലും ഒരു പ്രപ്പോസൽ തയ്യാറാക്കി, കൗതുകം കൊണ്ടാണ്, ഒരു കുറ്റപ്പെടുത്തലേ ഇല്ല ഈ വീഡിയോയിൽ, ഒരു കുറ്റപ്പെടുത്തലും ഇല്ല, ഒരു കൗതുകം കൊണ്ടാണ്, ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ടാണ് ചോദിക്കുന്നത്. ഈ 2 വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു പ്രപ്പോസൽ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ ശ്രദ്ധയിൽ എന്തായാലും പബ്ലിക്കിൽ വന്നിട്ടില്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇതിൽ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ റിപ്പോർട്ടിൽ. ഒന്ന്, അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ശമ്പളം വളരെ തുച്ഛമാണ്, അത് കാലാനുസൃതമായി പുതുക്കി നൽകണം. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഒരു ശുപാർശയാണ്. രണ്ടാമത്തെ ശുപാർശ, അംഗനവാടികളിലെ കെട്ടിടങ്ങൾ പലതും, 7000-ലധികം കെട്ടിടങ്ങൾ വളരെ പ്രതിസന്ധിയിലാണ്, അത് കൃത്യമായി സ്ഥിരം കെട്ടിടങ്ങളിലേക്ക് പോകണം. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത്, ശിശു സൗഹൃദമല്ല, കാരണം കെട്ടിട നിർമ്മാണം അടിസ്ഥാന സൗകര്യമൊക്കെയാണ്, അത് ശിശു സൗഹൃദമല്ലാത്തത് കൊണ്ട് കൊച്ചുമുറിയിൽ, ഒറ്റമുറിയിൽ, ഒറ്റപ്പെട്ട സ്ഥലത്ത്, വലിയ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ചിലയിടങ്ങളിലെങ്കിലും. അതുകൊണ്ട് അത് മാറ്റി ശിശു സൗഹൃദമായ അംഗനവാടികൾ കൊണ്ടുവരണം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളെയും, കേരളത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും അംഗനവാടിയിൽ എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ആലോചിക്കണം. ഇങ്ങനെ വളരെ മനോഹരമായ കുറേ ശുപാർശകളുണ്ട്. പക്ഷേ ഒരു ശുപാർശ പോലും ആരും കണ്ടതായി മനസ്സിലാക്കുന്നില്ല. ഇവിടുത്തെ യൂണിയൻ നേതാക്കൾ ഇത് കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുക, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ വളരെ സന്തോഷം. ഇവിടുത്തെ അംഗനവാടി ഗ്രൂപ്പുകാർ ഇത് കണ്ടിട്ടുണ്ടോ? വർക്കർമാർ കണ്ടിട്ടുണ്ടോ? ഹെൽപ്പർമാർ കണ്ടിട്ടുണ്ടോ? ICDS ഓഫീസർമാരും CDPOമാരും ജില്ലാ ഓഫീസർമാരും സൂപ്പർവൈസർമാരും ലീഡർമാരും ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ മനോഹരമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞാനിത് പബ്ലിക്കിലേക്ക് വിടുന്നു. ഇതിൻ്റെ കോപ്പി ഉണ്ട്. ആരാവശ്യപ്പെട്ടാലും അവർക്ക് തരാം. ഞങ്ങളുടെ ഇതിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വരിക, നിങ്ങളുടെ ഫോൺ നമ്പർ അയച്ചാൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് വരും. നിങ്ങൾ പഠിക്കുക. നിങ്ങളെ സംബന്ധിച്ച്
ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, നമുക്ക് ഒന്നിച്ച് നീങ്ങാം. നിങ്ങളുടെ ശമ്പളം കൂട്ടട്ടെ, നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കൂട്ടട്ടെ, ശിശു സൗഹൃദമായ അങ്കണവാടികൾ ഉണ്ടാകട്ടെ.